റീച്ച് പ്രതീക്ഷിച്ചിട്ടല്ല, റീച്ച് കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് തരാം. ബിക്കോസ് ഓഫ് ഈ വീഡിയോ കുറച്ച് മേ ബി ലെങ്തി ആയിരിക്കാം ആൻഡ് റീച്ചോ വ്യൂസോ അല്ല. ഐ വാണ്ട് ടു സേ സംതിങ് ലൈക്ക് അബൌട്ട് ദ ടോപ്പിക്. ഇൻഫ്ലുവൻസർ പൊതുവെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ കുറേ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന, പല ആംഗിളിൽ നിന്നും പല സൈഡിൽ നിന്നും നമ്മൾ കേൾക്കുന്ന ഒരു വേർഡ്, ഒരു പേര്, ഒരു തസ്തിക, ഒരു ലെവൽ ഓഫ് സാധനമാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. ആൻഡ് റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഞാനും കേൾക്കുന്നുണ്ട്. ലൈക്ക് ഐ എം നോട്ട് ലൈക്ക് ഞാനത് ഷോ ഓഫ് ചെയ്യല്ല. റീസെൻ്റ് ആയിട്ട് എൻ്റെ അക്കൗണ്ട് കുറച്ച് റീച്ച് കിട്ടിയപ്പോൾ കുറേ ആളുകൾ ചോദിക്കും, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫണ്ണി വേ ഓൾസോ ലൈക്ക് ഇതിനൊരു ഒരു പാർട്ടുണ്ട്, ഇതിൻ്റെ ഫണ്ണി സൈഡ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇൻഫ്ലുവൻസർ ആയില്ല, ഇനി നമ്മളൊന്നും കണ്ടാൽ മെയിൻ ചെയ്യൂലല്ലോ, ഇൻഫ്ലുവൻസർ അതിൻ്റെ ജാടയണോ, ലൈക്ക് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളല്ല. അതൊരു ഫണ്ണി സൈഡ്, ഓക്കെ, അതൊരു സൈഡ് മാറ്റി വെക്കാം. ആൻഡ് വേറൊരു സൈഡ്, ആൻഡ് ആക്ച്വലി ഹൂ ഈസ് ഇൻഫ്ലുവൻസർ? ആരാണ് ഇൻഫ്ലുവൻസർ? എന്താണ് ഇൻഫ്ലുവൻസർ? ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കുറേ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്തിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ട്. ഫസ്റ്റ് ഞാൻ പറയാം, എൻ്റെ ഒരു ആംഗിൾ ഞാൻ പറയാം, എൻ്റെ ഒരു പേഴ്സണൽ ലൈക്ക് എൻ്റെ ഒരു POV ആണ് ഞാൻ പറയുന്നത്. ഞാനാണ് കോടതി അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് റൈറ്റ് എന്നുള്ളതൊന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയാം, ഞാൻ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ യെസ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇത് തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻഡ് യൂഷ്വലി അതല്ലാതെ ഇപ്പോൾ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ എന്താണ് ആക്ച്വലി എന്നുള്ളതും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആൻഡ് നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി ആരാണ് ഇൻഫ്ലുവൻസർ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പറ്റുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ആൻഡ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, ടിക്ടോക്ക്, ലൈക്ക് ഇനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, അതിലൊക്കെ വീഡിയോസ് ഇടുന്ന കുറേ ടൈപ്പ് ഓഫ് വീഡിയോസ് ഇടുന്ന ആളുകളുണ്ട്. പലതരത്തിൽ കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക ഷോർട്ട് ഫിലിം ഒക്കെ പോലെ സെറ്റപ്പായിട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ ഒരു ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പലതരത്തിൽ പല രീതിയിൽ നിങ്ങൾക്കറിയാം, പല ആംഗിളിൽ പല രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ദേ ഓൾ ആർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് അവർ. വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ലൈക്ക് അതാണ് അതിന് പറയേണ്ട ബേസിക്, അല്ലെങ്കിൽ അവർക്ക് പറയപ്പെടുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ദേ ആർ നോട്ട് ഇൻഫ്ലുവൻസേഴ്സ്. ഓക്കെ, ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് അവർ ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർ കാണിക്കുന്നതോ അവർ പറയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരാളിൽ ഇൻഫ്ലുവൻസ് ആകാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആകുന്ന കാര്യങ്ങളാണ് അത് ചെയ്യുന്ന ആളാണ്. ആ ഇൻഫ്ലുവൻസ് ആകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഇൻഫ്ലുവൻസർ. ഓക്കെ, അത് പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും, ബട്ട് ഇൻ ദ ഗുഡ് വേ ബെറ്റർ വി ക്യാൻ സേ ദ പേഴ്സൺ ലൈക്ക് ആരാണ് കൂടുതൽ നല്ല പ്രവർത്തികൾ ചെയ്തത്, നല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇതിനും പല ഒപ്പീനിയൻസ് ഉണ്ടാവും. ലൈക്ക് അമ്മയെ തല്ലിയാലും രണ്ട് ഒപ്പീനിയൻ പറയുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷേ രണ്ട് ആംഗിൾ ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ, ഇപ്പം ഞാൻ കാണുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഉബൈദ്, മൈജിയുടെ ഒക്കെ വീഡിയോ ചെയ്യുന്ന ഉബൈദ് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് നമുക്കറിയാലോ, കുറേ ആളുകൾ ഉബൈദിൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ആളുകൾ അറിയാം, കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുണ്ട് ഉബൈദ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് കുറേ ആളുകൾ അതുപോലെ ചെയ്യാൻ സാധ്യതകളുണ്ട്. ആൻഡ് നോട്ട് ലൈക്ക് ഉബൈദിനെ പോലെ വീഡിയോസ് ചെയ്യാന്നുള്ളതല്ല പറയുന്നത്, ആളുകളെ സഹായിക്കാനായിട്ട്. അപ്പം നമുക്കും തോന്നും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കുള്ളതിൽ നിന്ന് സഹായിക്കാം എന്ന് തോന്നുന്ന ഇത്തരം കൈൻഡ് ഓഫ് തിങ്സ് ആണ് ഇൻഫ്ലുവൻസർ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസേഴ്സിനെ പറയാം. ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാം. മറ്റുള്ള തരത്തിൽ ഇപ്പോൾ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, കുറേ വീഡിയോസിൽ അല്ലെങ്കിൽ കുറേ റീൽസിലൊക്കെ ആയിക്കോട്ടെ, കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പറയുന്നത് നമ്മളിപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ട്, ഞാനൊരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് സ്വയമേ പറയുന്നതും കേൾക്കാറുണ്ട്. ഐ എം നോട്ട് ബ്ലെയിമിങ്, അവർ പറയുന്നതൊക്കെ റോങ് ആണെന്നുള്ള, അല്ലെങ്കിൽ അവർ ശരിയല്ല എന്നുള്ള രീതിയിലല്ല. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ കാണുന്ന എൻ്റെ ഒരു വിഷ്വലൈസേഷൻസ് എന്താണ് ഇൻഫ്ലുവൻസർ ആൻഡ് എന്താണ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ലൈക്ക് ഇപ്പോൾ ആളുകൾ ഇങ്ങനെ പറയുന്ന ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ഈ ആളുകളിൽ പറയപ്പെടുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയപ്പെടുന്ന ആളുകൾ ആക്ച്വലി എന്താണ്, ആരാണെന്നുള്ളത് ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് പറഞ്ഞത്. ആൻഡ് സ്റ്റിൽ ഐ നോ ഈ വീഡിയോക്ക് വലിയ റീച്ച് ഒന്നും കിട്ടൂല. ഐ എം ഡാം ഷുവർ ഈ വീഡിയോക്ക് റീച്ച് കിട്ടൂല, വളരെ കുറവായിരിക്കും, എനിക്കറിയാം. പക്ഷെ ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് ഇങ്ങനൊരു എനിക്കിത് എവിടെയെങ്കിലും പറയണം എന്നുള്ളത്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ട്, കുറേ ആൾക്കാരോടൊക്കെ. അപ്പോൾ എനിക്കിത് എവിടെയെങ്കിലൊക്കെ പറയണം. ഇപ്പോൾ അത് ആക്ച്വലി വളരെ സിമ്പിളാണ്. നമ്മൾ കുറേ ആളുകൾ കാണുമല്ലോ, റോഡിൽ നിൽക്കുന്ന ആളുകളോട് പോയിട്ട് കുറേ ആളുകൾ ഒപ്പീനിയൻസ് ചോദിക്കുന്നത്. ഇപ്പോൾ ന്യൂസ് ചാനലുകൾ എന്താ പറയുക, ഇലക്ഷനെ കുറിച്ച് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും എന്നോടൊന്ന് വന്ന് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, എനിക്ക് കുറേ സംഭവങ്ങൾ, എനിക്ക് എന്താ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ലൈക്ക് സംടൈംസ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനൊന്നും അതിനെക്കുറിച്ച് വലിയ ധൈര്യമൊന്നും ഉണ്ടാവാറില്ല പലപ്പോഴും. ആൻഡ് ഇതെനിക്ക് കുറച്ച് പറയണമെന്ന് തോന്നി, പല ആംഗിളിലും പല രീതിയിലും. നമുക്കറിയാം
നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മളിപ്പോൾ റെഗുലർ ബേസിസിൽ നമ്മൾ കോണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ട്. നെഗറ്റീവ്സ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ നെഗറ്റീവ്സ് ഒക്കെ ചെയ്യുന്ന എല്ലാ ആളുകളും ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് പറയുന്നതിലാണ് എൻ്റെ എന്താ പറയുക ഒരു പല്ലിക്കടി എനിക്കവിടെ വരുന്നത്. ജസ്റ്റ് ഒരു പല്ലിക്കടി, ഒരു കല്ലിക്കടി എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു സംഭവം പറയപ്പെടും നമ്മുടെ നാട്ടിലൊക്കെ. സോ അതാണ് ഞാൻ പറഞ്ഞ കാര്യം. സോ ദേ ഓൾ ആർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ദാറ്റ് ദേ ആർ വീഡിയോ ക്രിയേറ്റേഴ്സ്. ദിസ് ഇസ് മൈ പോയിന്റ് ഓഫ് വ്യൂ, and you can comment what is your opinion about this. Okay.